മാസ്റ്റേഴ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റ് ആണ്. സെക്കൻഡ് യൂണിറ്റിന്റെ പേര് ദി ഫ്രെയിംസ്. അതിനകത്ത് 2 പ്രോസും ഒരു സോങ്ങുമാണുള്ളത്. പ്രോജക്റ്റ് ടൈഗർ, മൈ സിസ്റ്റർ ഷൂസ്, അങ്ങനെ 2 പ്രോസും ബ്ലോ ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ഒരു സോങ്ങുമാണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോജക്റ്റ് ടൈഗർ, സത്യജിത് റേയുടെ പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന പ്രോസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം സത്യജിത് റേയെ കുറിച്ചൊക്കെ അറിയാം. അതോടൊപ്പം തന്നെ എന്താണ് അദ്ദേഹം സത്യജിത് റേ 1921 ജനിച്ചു. 1992 അദ്ദേഹം മരിക്കുകയുണ്ടായി. ഒരു ഇന്ത്യൻ ഫിലിം മേക്കറാണ് ആരെന്ന് പറയുന്നത് സത്യജിത് റേ എന്ന് പറയുന്നത്. അപ്പം എന്താണ് അദ്ദേഹം ഇതിനകത്ത് ഈ പ്രോജക്റ്റ് ടൈഗറിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ എന്താണ്, here is an article by Satyajit Ray, one of the greatest filmmakers, on how he managed to shoot the scenes of a film which included a tiger. അപ്പം വളരെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിലിം മേക്കർ സത്യജിത്ത് റേ, അദ്ദേഹം എങ്ങനെയാണ് ഒരു ടൈഗറിനെ ഉൾപ്പെടുത്തി ഒരു സിനിമയുടെ രംഗം ഷൂട്ട് ചെയ്തത്, ടൈഗറിനെ വെച്ചൊരു സിനിമയുടെ രംഗം എങ്ങനെയാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തത് എന്നതിനെ കുറിച്ചാണ് പ്രോജക്റ്റ് ടൈഗറിലൂടെ പറയുന്നത്. അപ്പം പ്രോജക്റ്റ് ടൈഗർ, അപ്പൊ അതിന്റെ ആദ്യ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് നോക്കുക. No one can beat Hollywood when it comes to making films with animals in them. I remember films in my childhood and there were quite a few of them that had an Alsatian called Rin Tin Tin. This dog's acting was more impressive than a human's. Later we got to see 3 or 4 other films with a collie called Lassie. It seemed that the director could make Lassie do just about anything. These trained dogs were famous stars in their own rights, and the money they earned was no less than what a real film star got. Their owners could easily make as much as 100,000 rupees from just one film. അപ്പൊ എന്താണ്, no one can beat Hollywood when it comes to making films with animals in them. അപ്പൊ എന്താണ്, മൃഗങ്ങളെ ഉൾപ്പെടുത്തി സിനിമ ചിത്രീകരിക്കുന്നതില് ഹോളിവുഡ് സിനിമയെ, ഇംഗ്ലീഷ് സിനിമയെ വെല്ലാനായിട്ട് മറ്റൊന്നിനും കഴിയുകയില്ല. നമുക്കറിയാം മൃഗങ്ങളെയും മറ്റും ഉൾപ്പെടുത്തി വളരെ മികച്ച രീതിയിൽ സിനിമകൾ എടുക്കുന്നത് ആര് തന്നെയാണ്, ഹോളിവുഡ് തന്നെയാണ്. ഐ റിമെമ്പർ ഫിലിംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. അപ്പൊ അദ്ദേഹം സത്യജിത് റേ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് കണ്ട കുറച്ച് സിനിമകളെ കുറിച്ച് ഓർമ്മിക്കുന്നു. എന്താണ്, and there were quite a few of them that had an Alsatian called Rin Tin Tin. അൽസേഷ്യൻ വിഭാഗത്തിൽപ്പെട്ട റിൻ ടിൻ ടിൻ എന്ന് പറയുന്ന നായയെ ഉൾപ്പെടുത്തി ചിത്രീകരിച്ച കുറച്ച് സിനിമകൾ കുട്ടിക്കാലത്ത് കണ്ടതിനെ കുറിച്ച് അദ്ദേഹം ഓർമ്മിക്കുന്നു. This dog's acting was more impressive than a human's. മനുഷ്യന്റെ അഭിനയത്തെക്കാൾ കൂടുതൽ ഇംപ്രസീവ് ആണ് ഈ ഡോഗിന്റെ അഭിനയം എന്ന് പറയുന്നത്. Later we got to see 3 or 4 other films with a collie called Lassie. പിന്നീട് എന്തെന്ന്, ലസി എന്ന് വിളിക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ട നായയെ ഉൾപ്പെടുത്തി ചിത്രീകരിച്ച 2-3 സിനിമകൾ, 3-4 സിനിമകളും അദ്ദേഹം കാണുകയുണ്ടായി. It seemed that the director could make Lassie do just about anything. അപ്പൊ ഈ വിഭാഗത്തിൽപ്പെട്ട നായയെ വെച്ച് സംവിധായകന് എന്ത് വേണമെങ്കിലും ചെയ്യാനായി കഴിയുമായിരുന്നു. കാരണം these trained dogs were famous stars in their own rights. ഈ പരിശീലനം ലഭിച്ച നായ്ക്കള്, കാരണം അവ പരിശീലനം ലഭിച്ചത് കൊണ്ട്, ഈ ഡോഗുകളെല്ലാം പരിശീലനം ലഭിച്ചത് കൊണ്ട് അവയെ ഉൾപ്പെടുത്തി സംവിധായകൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പരിശീലനം ലഭിച്ച ഡോഗ്സുകള് വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റാർസും ആയിരുന്നു. And the money they earned was no less than what a real film star got. ഒരു യഥാർത്ഥ സിനിമാ താരത്തിന് ലഭിക്കുന്നതിനേക്കാൾ ഒട്ടും കുറവായിട്ടുള്ള തുകയായിരുന്നില്ല ഈ ഡോഗ്സിനും ലഭിച്ചിരുന്നത്. Their owners could easily make as much as 100,000 rupees from just one film. അപ്പൊ ആ ഡോഗ്സിന്റെ ഓണർമാർക്ക് ഒരു സിനിമയിൽ നിന്ന് തന്നെ 100,000 rupees വരെ, 1,00,000 രൂപ വരെ നേടാനായിട്ട് കഴിഞ്ഞിരുന്നു. അപ്പൊ ഈ ഡോഗുകളെ വെച്ച് എന്ത് ചെയ്തിരുന്നു, അതിന്റെ ഓണർമാർക്ക്, ആ ഡോഗ്സിന്റെ ഓണർമാർക്ക് ഒരു സിനിമയിൽ നിന്ന് 1,00,000 രൂപ വരെ നേടാനായിട്ട് കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഡോഗിന്റെ അഭിനയം എന്ന് പറയുന്നത് മനുഷ്യന്റെ അഭിനയത്തെക്കാൾ ഉപരി അതിനേക്കാൾ മികച്ച രീതിയിലുമായിരുന്നു ഏതിന്റെ അഭിനയം എന്ന് പറയുന്ന ഡോഗ്സുകളുടെ അഭിനയം. I realized, അപ്പൊ അടുത്ത പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്, I realized how reverently these animal actors were treated
when I happened to see the shooting of a film 20 years ago in Disney Studio in Hollywood. അപ്പൊ ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ വെച്ച് 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കണ്ട സമയത്ത് ഈ ആനിമൽ ആക്ടേഴ്സിന് എന്തുമാത്രം റിവറന്റ്, എന്തുമാത്രം ബഹുമാനമാണ് നൽകുന്നതെന്ന് സത്യജിത് റേക്ക് ബോധ്യമായി. കാരണം അത് മാത്രമല്ല, എന്താണ്, ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. അപ്പൊ അദ്ദേഹം ആ ഷൂട്ടിംഗ് കണ്ട സിനിമയുടെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത്, മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് വലിയ ഒരു ഡോഗ് ആയിരുന്നു. I reached the studio to find that the shooting had not yet started. ഇപ്പൊ സത്യജിത് റേ അവിടെ ഡിസ്നി സ്റ്റുഡിയോയിൽ, ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. The cameraman was getting the lights ready. ക്യാമറാമാൻ ലൈറ്റ് റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു. It is customary for actors to be present when the lights are arranged. ക്യാമറാമാൻ ലൈറ്റ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത്, ലൈറ്റ് ക്രമീകരിക്കുന്ന സമയത്ത് അഭിനേതാക്കള് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് കസ്റ്റമറിയാണ്, അത് ഹാബിച്വലാണ്. അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പതിവായിട്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കണം. ക്യാമറാമാൻ ലൈറ്റ് ക്രമീകരിക്കുന്ന സമയത്ത് ആ രംഗത്തിൽ അഭിനയിക്കുന്ന അഭിനേതാക്കള് അവിടെ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദേ ഹാവ് ടു ഷോ ദ ക്യാമറാമാൻ ഹൗ ദേ വിൽ വോക്ക് ഓർ വേർ ദേ വിൽ സ്റ്റാൻഡ് ഇൻ എ പർട്ടിക്കുലർ ഷോട്ട്. ആ പർട്ടിക്കുലർ ഷോട്ടില് അവര് എങ്ങനെ നടക്കുന്നു, എവിടെ നിൽക്കുന്നു എന്നെല്ലാം ആരറിഞ്ഞിരിക്കണം? ക്യാമറാമാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ആ ഒരു ഷോട്ടില് അതിലെ അഭിനേതാക്കള് എങ്ങനെ നടക്കുന്നു, എവിടെ നിൽക്കുന്നു എന്നെല്ലാം ക്യാമറാമാൻ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് എന്ത് വേണം, ലൈറ്റ് എല്ലാം ക്രമീകരിക്കുന്ന സമയത്ത് എന്ത് വേണം, അതിൽ ആ രംഗത്തിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളെല്ലാം അവിടെ ഉണ്ടായിരിക്കണം. ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ്, വളരെ ഫേമസ് ആയിട്ടുള്ള താരങ്ങളുടെ കാര്യത്തിൽ, ദിസ് ജോബ് ഈസ് ഡൺ ബൈ ദെയർ സ്റ്റാൻഡിൻസ്. ആ ജോലി ചെയ്യുന്നത് ആരാണ്? അവരുടെ സ്റ്റാൻഡിൻസ് ആണ്. സ്റ്റാൻഡിൻസ് എന്ന് വെച്ചിട്ടാണ് ഡൂപ്പ്. അപ്പൊ ഈ ഫേമസ് ആയിട്ടുള്ള താരങ്ങളുടെ കാര്യത്തിൽ ഈ ജോലി ചെയ്യുന്നത് അവരുടെ ഡ്യൂപ്പാണ്. എ സ്റ്റാൻഡിൻ ഈസ് യൂഷ്വലി എ പേഴ്സൺ ഹു ഈസ് ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ. അപ്പൊ യഥാർത്ഥ താരങ്ങളുമായിട്ട് ശാരീരികമായി ബന്ധമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് സിമിലർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്തെന്ന് പറയുന്നത്, ആ സ്റ്റാൻഡിൻ എന്ന് പറയുന്നത്. The stars themselves arrive only when the lights are ready and it is time to take a shot. ഇപ്പൊ യഥാർത്ഥ താരങ്ങള് ലൈറ്റ് എല്ലാം ക്രമീകരിച്ച് ആ രംഗം ചിത്രീകരിക്കുന്ന സമയത്ത് മാത്രമേ എത്തിച്ചേരാറുള്ളൂ. അപ്പൊ ക്യാമറാമാൻ ലൈറ്റ് എല്ലാം ക്രമീകരിക്കുന്ന സമയത്ത് അവരുമായിട്ട് ഫിസിക്കലി സിമിലർ ആയിട്ടുള്ള താരങ്ങളായിരിക്കും എന്തിനു വേണ്ടി വരുന്നത്, അവരുടെ സ്റ്റാൻഡിങ്സ് ആയിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ക്യാമറാമാൻ ലൈറ്റ് എല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞ് ആ യഥാർത്ഥ രംഗം ചിത്രീകരിക്കുന്ന സമയത്ത് മാത്രമേ ഫേമസ് ആയിട്ടുള്ള താരങ്ങൾ എത്തിച്ചേരാറുള്ളൂ. Here in Disney Studio, I noticed that a few actors were moving about in the set. And on one side, standing quietly, was the protagonist, the same large dog. The cameraman shouted to everyone to take their positions, but the dog remained where it was. This puzzled me. Could it be it was not recorded in the next shot? അപ്പൊ എന്താണ്, ഹിയർ ഇൻ ഡിസ്നി സ്റ്റുഡിയോ ഐ നോട്ടീസ് ദാറ്റ് എ ഫ്യൂ ആക്ടേഴ്സ് വെയർ മൂവിങ് അബൌട്ട് ഇൻ ദ സെറ്റ്. അപ്പം അവിടെ ഡിസ്നി സ്റ്റുഡിയോയില് കുറച്ച് താരങ്ങള് ആ സെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടു. ആൻഡ് on one side standing quietly was the protagonist, the same large dog. ഒരു സൈഡിലായിട്ട് അതില് പ്രൊട്ടഗോണിസ്റ്റ് എന്ന് വെച്ചാൽ ഹീറോ, അതിന്റെ ഹീറോ ആയിട്ടുള്ള ഒരു വലിയ ഡോഗ് ഇരിപ്പുണ്ടായിരുന്നു. The cameraman shouted to everyone to take their positions. ക്യാമറാമാൻ എല്ലാവരുടെയും അവരവരുടെ സ്ഥാനങ്ങളിൽ വന്ന് നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടു. But the dog remained where it was. എന്നാൽ ആ ഡോഗ് എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നു. This puzzled me. അത് എന്നിൽ അമ്പരപ്പുണ്ടാക്കി. അപ്പം എല്ലാവരുടെയും അവരുടെ പൊസിഷനിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു, എന്നാൽ ഡോഗ് മാത്രം അവിടെ തന്നെ നിന്നു. അത് നമ്മുടെ സത്യജിത്ത് റേയില് പസിൽ ഉണ്ടാക്കി, അമ്പരപ്പുണ്ടാക്കി. Could it be that it was not required in the next shot? അടുത്ത രംഗത്തില് ഇതിനെ ആവശ്യമായിട്ടില്ലായിരിക്കാം. ഒരു പക്ഷെ ഇനി ചിത്രീകരിക്കാൻ പോകുന്ന രംഗത്തില് ആ ഡോഗിനെ ആവശ്യമായിട്ടില്ലായിരിക്കാം. അതുകൊണ്ടാണ് അത് അവിടെ തന്നെ നിൽക്കുന്നത് എന്ന് ആര് വിചാരിച്ചു? നമ്മുടെ സത്യജിത്ത് റേ വിചാരിക്കുകയും ചെയ്തു. Before I could ask someone, a strange thing happened. From nowhere appeared a little dwarf, followed by another man carrying a hairy dog skin. Then, to my perfect amazement, the dwarf went down on all the fours on a chalk mark on the floor.
just like an animal, and the dog's skin was wrapped over him. Then he crawled from one mark to another, and the cameraman got busy with the lights. It finally dawned upon me that this dwarf was paid to be the dog's stand-in. എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? ബിഫോർ ഐ കുഡ് ആസ്ക് സമ്മൺ, ആരെടുത്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ, എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്, അപൂർവമായ ഒരു സംഭവം നടന്നു. അപ്പൊ ആ ഡോഗ് ഒരിടത്ത് തന്നെ നിൽക്കുന്നു. അത് സത്യജിത്രയില് അമ്പരപ്പുണ്ടായി. അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ്? ഒരു പക്ഷെ അടുത്ത രംഗത്തില് ഈ ഡോഗിനെ വേണ്ടായിരിക്കാം. അപ്പൊ ഇത് ആരെടുത്തെങ്കിലും ഒക്കെ ചോദിക്കുന്നതിന് മുമ്പ് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു. എന്താണ് ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്? ഫ്രം നൗ വെയർ അപ്പിയർഡ് എ ലിറ്റിൽ ഡോർഫ്, ഒരു കുള്ളനായ വ്യക്തി എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടു. ഫോളോഡ് ബൈ അനദർ മാൻ ക്യാരിങ് എ ഹെയറി ഡോഗ് സ്കിൻ, ഡോഗിന്റെ സ്കിന്നുമായിട്ട് മറ്റൊരു വ്യക്തിയും അദ്ദേഹത്തിന്റെ പുറകെ ഉണ്ടായിരുന്നു. Then to my perfect amazement, the dwarf went down on all the fours on a chalk mark on the floor just like an animal. അപ്പോൾ ഒരു ആനിമലിനെ പോലെ എന്ത് ചെയ്തു? ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് എന്ത് ചെയ്തു? ഒരു ആനിമലിനെ പോലെ ആ ഡോർഫ് ആയിട്ടുള്ള വ്യക്തി, ആ കുള്ളനായിട്ടുള്ള വ്യക്തി ഒരു ആനിമലിനെ പോലെ നിന്നു. എന്നിട്ടോ ആൻഡ് ദ ഡോഗ് സ്കിൻ വാസ് ഡ്രാപ്ഡ് ഓവർ ഹിം, ആ ഡോഗിന്റെ സ്കിന്നും അദ്ദേഹത്തിന്റെ പുറത്ത് ചുറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡോഗിന്റെ സ്കിന്നും പൊതിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ആനിമലിനെ പോലെ എന്ത് ചെയ്തു? ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് നിന്നു. Then he crawled from one mark to another, എന്നിട്ടോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്രോൾഡ്, ഇഴഞ്ഞു. ആൻഡ് ദ ക്യാമറാമാൻ ഗോട്ട് ബിസി വിത്ത് ദ ലൈറ്റ്സ്, ക്യാമറാമാൻ ലൈറ്റ് ക്രമീകരിക്കുന്ന തിരക്കിലായിരുന്നു. ഇറ്റ് ഫൈനലി ഡോൺഡ് അപ്പോൺ മീ ദാറ്റ് ദിസ് ഡോഗ് വാസ് പെയ്ഡ് ടു ബി ദ ഡോഗ് സ്റ്റാൻഡിൻ, അവസാനമാണ് ബോധ്യമായത് ഈ കുള്ളനായ വ്യക്തി എന്ന് പറയുന്നത് ആ ഡോഗിന്റെ സ്റ്റാൻഡിനായിരുന്നു, ആ ഡോഗിന്റെ ഡ്യൂപ്പായിരുന്നു. അപ്പം ആ കുള്ളനായിട്ട് വന്ന വ്യക്തി എന്ന് പറയുന്നത് എന്തിന്റെ ഡ്യൂപ്പായിരുന്നു? ഡോഗിന്റെ ഡ്യൂപ്പായിരുന്നു. Every animal in a Hollywood film is well trained. It is not difficult to train a horse or a dog. But have you ever heard of trained ravens? Not just one or two, but nearly 100 of them. Even this was made possible in Hollywood when the creator of some of the best suspense films in the history of cinema, Alfred Hitchcock, decided to make a film called Birds. In the story, birds from all over the world start attacking humans. Hitchcock needed a variety of birds, but what was required in the largest number was ravens. Notices were placed in the press all over the United States, asking people to contact the filmmaker if they knew how to get hold of trained ravens. അപ്പോൾ നോക്കുക, every animal in a Hollywood film is well trained. ഹോളിവുഡിലെ എല്ലാ മൃഗങ്ങളും നല്ല രീതിയിൽ, മികച്ച രീതിയിൽ പരിശീലനം ലഭിച്ചവയാണ്. ഇപ്പൊ ഹോളിവുഡ് സിനിമയിൽ കാണിക്കുന്ന മൃഗങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ പരിശീലനം ലഭിച്ചവയാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. ഒരു ഹോഴ്സിനെയോ ഡോഗിനെയോ പരിശീലിപ്പിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബട്ട് ഹാവ് യു എവർ ഹെയർഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്? എന്നാൽ പരിശീലനം ലഭിച്ച റാവൺസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നുവെച്ചാൽ കാക്കയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു പക്ഷി. അപ്പം പരിശീലനം ലഭിച്ച റാവൺസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോട്ട് ജസ്റ്റ് 1 or 2, അതും 1 or 2 എണ്ണമല്ല. ബട്ട് നിയർലി 100 of them, ഏകദേശം 100ഓളം റാവൺസ്. ഇപ്പൊ 1 or 2 റാവൺസിനെ കുറിച്ചല്ല, പരിശീലനം ലഭിച്ച 100ഓളം റാവൺസ്, അതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ്, ഇത് ഹോളിവുഡിൽ സാധ്യമായി. എപ്പോഴാണ്? when the creator of some of the best suspense films in the history of cinema, Alfred Hitchcock, decided to make a film called Birds. എന്താണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ബേർഡ്സ് എന്ന് പറയുന്ന പേരില് ഒരു സിനിമ ചിത്രീകരിക്കാനായി തുടങ്ങിയപ്പോൾ അതും സാധ്യമായി. എന്ത്? ആ റാവൺസിനെ വെച്ച് സിനിമ എടുക്കുക എന്നുള്ളതും സാധ്യമായി. In the story, birds from all over the world start attacking humans. ഈ കഥയില് ലോകമെമ്പാടുമുള്ള പക്ഷികൾ എന്ത് ചെയ്യുന്നു? മനുഷ്യനെ ആക്രമിക്കുന്നു. Hitchcock needed a variety of birds. ഹിച്ച്കോക്കിന് ആ വെറൈറ്റീസിലുള്ള പക്ഷികളെ ആവശ്യമായിരുന്നു. But what was required in the largest number was ravens.
എന്നാൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ആവശ്യം ഉണ്ടായിരുന്നത് എന്തിനെയായിരുന്നു? റാവൻസിനായിരുന്നു. അപ്പൊ പല തരത്തിലുള്ള പക്ഷികളെ വേണമായിരുന്നു, എങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ എണ്ണം അദ്ദേഹത്തിന് വേണ്ടമായിരുന്നത് റാവൻസിനായിരുന്നു. നോട്ടീസസ് വെയർ പ്ലേസ്ഡ് ഇൻ ദി പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പൊ അമേരിക്കയിലെ പത്രങ്ങളിലെല്ലാം തന്നെ എന്ത് ചെയ്തു? പരസ്യം നൽകി. എന്ത് പറഞ്ഞുകൊണ്ട്? ആസ്കിംഗ് പീപ്പിൾ ടു കോൺടാക്ട് ദ ഫിലിം മേക്കർ ഇഫ് ദേ ന്യൂ ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്. പരിശീലനം ലഭിച്ച റാവൻസിനെ എങ്ങനെ ലഭിക്കുമെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫിലിം മേക്കറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അമേരിക്കയിലുള്ള പത്രങ്ങളിലെല്ലാം ആര് പരസ്യം നൽകുകയുണ്ടായി? നമ്മുടെ ആൽഫ്രഡ് ഹിച്ച്കോക്ക് പരസ്യം നൽകുകയുണ്ടായി. അപ്പം ഈ പക്ഷികളെ എങ്ങനെ ലഭിക്കുമെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഫിലിം മേക്കറുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞുകൊണ്ട്, കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? നമ്മുടെ ആൽഫ്രഡ് ഹിച്ച്കോക്ക് പരസ്യം നൽകി. Someone replied within a few days. He was asked to bring his birds, and he arrived with almost 100 trained ravens. Admittedly, their training had not gone very bad. That is to say, they could not do anything that might be seen as extraordinary. But if as many as 50 ravens are told to perch quietly in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive? Someone replied within a few days. ആരൊരാൾ കുറച്ച് ദിവസത്തിനകം എന്ത് ചെയ്തു? റിപ്ലൈ കൊടുത്തു. എന്താണ്? ഹി വാസ് ആസ്ക്ഡ് ടു ബ്രിങ് ഹിസ് ബേർഡ്സ്. അദ്ദേഹത്തിന്റെ അടുത്ത് പക്ഷികളുമായി എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടു. ആൻഡ് ഹി അറൈവ്ഡ് വിത്ത് ഓൾമോസ്റ്റ് 100 ട്രെയിൻഡ് റാവൻസ്. അദ്ദേഹം ഏകദേശം പരിശീലനം ലഭിച്ച 100ഓളം റാവൻസുമായി എത്തിച്ചേർന്നു. അഡ്മിറ്റഡ്ലി their training had not gone very bad. അവയ്ക്ക് ലഭിച്ച പരിശീലനം എന്ന് പറയുന്നത് അത്ര മോശമായിരുന്നില്ല. That is to say, they could not do anything that might be seen as extraordinary. അവയ്ക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് അതിനർത്ഥമില്ല. But if as many as 50 ravens are told to perch quietly in a row on a specified spot, and if they obey this command instantly, അപ്പോൾ കമാൻഡ് അനുസരിച്ച് ട്രെയിനറുടെ കമാൻഡ് അനുസരിച്ച് 50 റാവൻസിനെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്പെസിഫൈഡ് സ്പോട്ടിലോട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ശിഖരത്തിലോട്ട് പറന്നിറങ്ങാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഒരു സ്പെസിഫൈഡ് സ്പോട്ടിലോട്ട് ട്രെയിനറുടെ നിർദ്ദേശം അനുസരിച്ച് പറന്നിറങ്ങാനുള്ള കഴിവ് 50 എണ്ണത്തിനെങ്കിലും ഉണ്ട്. Isn't that pretty impressive? അത് വളരെയധികം ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ ട്രെയിനറുടെ നിർദ്ദേശം അനുസരിച്ച് 50 എണ്ണത്തിനെങ്കിലും പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. അത് ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യം അല്ലേ? Needless to say, in our own country, it is not at all easy to find trained animals. Although some films have been made in Bombay and Madras that involved working with elephants, horses and tigers. Their performance did suggest that they were used to obeying commands. In Bengal, it is sometimes possible to find clever dogs, particularly police dogs, which are quite intelligent. If one is prepared to be patient, it is not altogether impossible to get good performances out of them, as we managed to do with Fulo in Padar Panchali. Needless to say, in our own country, it is not at all easy to find trained animals, although some films have been made in Bombay and Madras that involved working with elephants, horses and tigers. ഇപ്പോൾ ബോംബെയിലും മദ്രാസിലും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? എലിഫന്റിനെയും ഹോഴ്സിനെയും ടൈഗറിനെയും ഉൾപ്പെടുത്തി സിനിമ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടില് പരിശീലനം ലഭിച്ച മൃഗങ്ങളെ ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ എന്താണ്? പരിശീലനം ലഭിച്ച മൃഗങ്ങളെ ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. Their performance did suggest that they were used to obeying commands. അപ്പൊ അവയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആജ്ഞകൾ അനുസരിച്ച് മാത്രമുള്ളതാണ്. In Bengal, it is sometimes possible to find clever dogs. ബംഗാളിലും മറ്റും ക്ലവർ ആയിട്ടുള്ള ഡോഗുകളെ കണ്ടെത്താൻ കഴിയും. Particularly police dogs which are quite intelligent. പ്രത്യേകിച്ച് ഇന്റലിജന്റ് ആയിട്ടുള്ള പോലീസ് ഡോഗുകളെ എവിടെ കണ്ടെത്താൻ കഴിയും? ബംഗാളിലും മറ്റും കണ്ടെത്താനായി കഴിയും. If one is prepared to be patient, ഒരാൾക്ക് ക്ഷമയുണ്ടെങ്കിൽ, ആ സിനിമ എടുക്കുന്നവർക്ക് ക്ഷമയുണ്ട് എങ്കിൽ, it is not altogether impossible to get good performances out of them. അവയെ കൊണ്ട് മികച്ച രീതിയിലുള്ള പെർഫോമൻസ് നടത്തുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമല്ല.
as we managed to do with Fulo in Padar Panchali. Padar Panchaliയില് ഫുലോയെ വെച്ച് ഞങ്ങൾ ചെയ്തതുപോലെ ഒരു വ്യക്തിക്ക് എടുക്കുന്ന വ്യക്തിക്ക് ക്ഷമയുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള മൃഗങ്ങളെ വെച്ച് മികച്ച പെർഫോമൻസ് നടത്തുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമല്ല. Yet a dog might be difficult, not impossible to handle. What was one supposed to do if there was need for a tiger in a film? We had to deal with this problem too when we were shooting Gooby Gain Baga Bain. In the film, Gooby, who is banished by the king, wanders in the forest, meets Baga, who is also been banished. They see a tiger and freeze. But the tiger simply walks about the forest without paying them the slightest attention. അപ്പോൾ എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? Yet a dog might be difficult, not impossible to handle. What was one supposed to do if there was need for a tiger in a film? ഒരു ടൈഗറിന് സിനിമയിൽ ആവശ്യമായിട്ട് വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? We had to deal with this problem. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വന്നു, നമ്മുടെ സത്യജിറയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വന്നു. എപ്പോഴാണ്? when we were shooting Gooby Gain Baga Bain. Gooby Gain Baga Bain എന്ന് പറയുന്ന സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് ഏത് സത്യജിത്രയ്ക്കും സംഘത്തിനും ഇങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. എങ്ങനെ ഒരു പ്രശ്നം? ആ സിനിമയിൽ ഒരു ടൈഗറിനെ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വന്നു. in the film Gooby, who is banished by the king. അപ്പൊ ഈ സിനിമയില് ആ രാജാവ് നാടുകടത്തിയ ഗൂബി വാണ്ടേഡ്സ് ഇൻ ദ ഫോറസ്റ്റ്, വനത്തിനുള്ളിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ മീറ്റ്സ് ബാഗ, ഹു ഈസ് ആൾസോ ബീൻ ബാനിഷ്ഡ്, മറ്റൊരു നാടുകടത്തപ്പെട്ട ബാഗയെ കണ്ടുമുട്ടുന്നു. അപ്പൊ ഈ കഥയിൽ എന്താണ്? രാജാവ് നാടുകടത്തിയ ഗൂബി എന്ന് പറയുന്ന ക്യാരക്ടർ ആ വനത്തിനുള്ളില് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ ആരെ കണ്ടുമുട്ടുന്നു? മറ്റൊരു നാടുകടത്തപ്പെട്ട ബാഗ എന്ന് പറയുന്ന കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നു. They see a tiger and freeze. അവർ രണ്ടുപേരും ഗൂബിയും ബാഗയും ഒരു ടൈഗറിനെ കണ്ട് പേടിച്ച് മരവിച്ച് നിൽക്കുന്നു. But the tiger simply walks about in the forest without paying them the slightest attention. എന്നാൽ ആ ടൈഗർ എന്ത് ചെയ്യുന്നു? ഇവരെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ, ചെറിയ തോതിൽ പോലും ശ്രദ്ധിക്കാതെ, ഇവരെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ എന്ത് ചെയ്യുന്നു? വളരെ സിമ്പിൾ ആയിട്ട് നടന്നു പോകുന്നു. അപ്പം ഗൂബിയും ബാഗയും ടൈഗറിനെ കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്നു. പക്ഷെ ആ ടൈഗർ ഇവരെ കണ്ടിട്ടും എന്ത് ചെയ്യുന്നില്ല, ഇവരെ ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യുന്നു? നടന്നു പോവുകയും സിമ്പിൾ ആയിട്ട് നടന്നു പോവുകയും ചെയ്യുന്നു. Having thought of the scene, I simply had to shoot it. But where were we going to find a tiger? The obvious thing to do was to look in a circus, since they were likely to have trained animals. As a matter of fact, one called Farth Circus was visiting Calcutta at the time, holding shows in Market Square. We sent someone to make an appointment with its Tamil manager and then went to meet him one morning. He greeted us warmly and ordered South Indian coffee for us. The manager heard the reason for our visit, then sent for one Mr. Toraj. He turned out to be the ringmaster. He too was a South Indian, very well built, with features somewhat like those of a Nepali. He was perhaps no more than 40. He showed us an old scar on his forearm, which had been caused by a tiger. Having thought of the scene, I simply had to shoot it. ആ രംഗത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ആ ടൈഗറിനെ ഉൾപ്പെടുത്തിയുള്ള രംഗത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്താണ് വിചാരിച്ചത്? വളരെ സിമ്പിൾ ആയിട്ട് ചിത്രീകരിക്കാമെന്ന് വിചാരിച്ചു. ബട്ട് വെയർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ? എന്നാൽ എവിടെ നിന്നൊരു ടൈഗറിനെ കണ്ടെത്താൻ കഴിയും? ദ ഒബിയസ് തിങ്, വ്യക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ടു ഡു വാസ് ടു ലുക്ക് ഇൻ എ സർക്കസ്, സിൻസ് ദേ വെർ ലൈക്ലി ടു ഹാവ് ട്രെയിൻഡ് ആനിമൽസ്. സർക്കസിൽ അന്വേഷിക്കുക എന്നുള്ളതാണ്. അവിടെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? പരിശീലനം ലഭിച്ച മൃഗങ്ങളെ ലഭിച്ചേക്കാം. അപ്പൊ സർക്കസിൽ അന്വേഷിക്കുക, അവിടെ ചിലപ്പോൾ പരിശീലനം ലഭിച്ച മൃഗങ്ങളെ ലഭിച്ചേക്കാം. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, one called Farth Circus was visiting Calcutta at the time, holding shows in Market Square. കൽക്കട്ടയിലെ മാർക്കറ്റ് സ്ക്വയറിൽ ഫാർത്ത് സർക്കസ് ആ ഷോ നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ടെന്ന് അറിയുകയും, we sent someone to make an appointment with its Tamil manager. അപ്പൊ and then went to meet him one morning. അപ്പൊ അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി തമിഴ് മാനേജറെ കണ്ട് അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരാളെ അയച്ചു. ഒരു ദിവസം രാവിലെ അദ്ദേഹവുമായി കണ്ടുമുട്ടുകയും ചെയ്തു.
He greeted us warmly. അദ്ദേഹം വളരെ ഊഷ്മളതയോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ഞങ്ങളെ ഗ്രീറ്റ് ചെയ്തു, സ്വാഗതം ചെയ്തു. ആൻഡ് ഓർഡേഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ us. ഞങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ കോഫി ഓർഡർ ചെയ്ത് നൽകുകയും ചെയ്തു. The manager heard the reason for our visit. ഞങ്ങളുടെ സന്ദർശനത്തിന്റെ കാരണം മാനേജർ കേട്ടു. Then sent for one Mr. Thorat. എന്നിട്ട് ഒരാളെ തൊറാട്ടിന്റെ അടുത്തേക്ക് അയച്ചു. He turned out to be the ringmaster. അദ്ദേഹം എന്ന് പറയുന്ന തൊറാട്ട് എന്ന് പറയുന്ന ആരാണ്? അവിടുത്തെ സർക്കസ് കമ്പനിയിലെ റിംഗ് മാസ്റ്റർ ആയിരുന്നു. He too was a South Indian. അദ്ദേഹവും ഒരു സൗത്ത് ഇന്ത്യൻ ആയിരുന്നു. Very well built with features somewhat like those of a Nepali. അപ്പൊ വളരെ ഉറച്ച ശരീരത്തോടു കൂടി അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഒരു നേപ്പാളിയെ പോലെ തോന്നും. He was perhaps no more than 40. അദ്ദേഹത്തിന് 40 വയസ്സിൽ കൂടുതൽ പ്രായം വരികയില്ല. He showed us an old scar on his forearm which had been caused by a tiger. അപ്പൊ ടൈഗറിന്റെ ആക്രമണം മൂലം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായ ഒരു പഴയ സ്കാർ, ഒരു പഴയ പാടും അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. അപ്പം തൊറാട്ട് എന്ന് പറയുന്നത് അവിടുത്തെ റിംഗ് മാസ്റ്റർ ആണ്. അപ്പൊ ടൈഗറിന്റെ ആക്രമണം മൂലം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായ ഒരു പഴയ പാടും അദ്ദേഹം കാണിക്കുന്നുണ്ട്. അപ്പൊ ടൈഗർ ആക്രമിച്ചത് മൂലം കയ്യിലൊരു പാടുണ്ടായപ്പോൾ കയ്യിലുണ്ടായ പാടും അദ്ദേഹം കാണിച്ചു കൊടുത്തു. We told him what we wanted. The shooting was taking place near Shiruri in Birbhum. We wanted to show a tiger in a thick bamboo grove. All the animal was required to do was come out of the bamboo grove into an open space, pace gently for a while, look at the camera if possible, and then go back. Could a tiger from Farth Circus do this job? Mr. Thorat nodded. How long will you need it for? Asked the manager. Perhaps a couple of hours for shooting, I replied. But that would be in addition to the time it will take to travel to and from Shiruri. On being told that the travel itself should take no more than 2 days, the manager agreed to put the tiger in its cage and sent it in a lorry. He invited us to take a look at the tiger. Do you think it's going to be easy to set the animal free in the bamboo grove? I couldn't help asking.